അധിക നേരം ഒരിടത്തൊന്നും ഒതുങ്ങിയിരിക്കാത്ത ആളാണ് കേട്ടോ കൺമണി. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം 2-3 ദിവസം ഈ അകത്ത് തന്നെ ഇരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് ആൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ക്ലിനിക്ക് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവായിരുന്നു കേട്ടോ. അങ്ങനെ ആളിതേ നടത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ നടത്തത്തിന് ശേഷം ആളിതേ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അമരേട്ടൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മെയിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഫോണിൽ തന്നെയായിരിക്കും. എന്നും റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ബാൽക്കണിയിലൂടെ പുറത്തുള്ള വണ്ടിയൊക്കെ നോക്കി കുറേ നേരം ഇരിക്കും കേട്ടോ. രാത്രി ആയപ്പോൾ എടുത്താൽ പൊങ്ങാത്തൊരു ചെരുപ്പും കാലിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. അമലേട്ടൻ്റെ ഷൂ അവിടെ അഴിച്ചു വെച്ചത് അതെടുത്തിട്ട് നടക്കുകയാണ്. പിന്നെ മരുന്നും ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കിടക്കാതെ അമലേട്ടൻ്റെ മേത്ത് പോയിട്ട് കിടക്കുക കേട്ടോ. വേൾഡ് കപ്പിൻ്റെ ഫൈനലൊക്കെ ആണെങ്കിലും ഞാൻ കാണാൻ നിന്നിട്ടില്ല കേട്ടോ. പിന്നെ റോഡുമെന്നുള്ള ബഹളം കേട്ടിട്ടാണ് ഞാൻ എണീച്ചത്. ഞാൻ വിചാരിച്ചത് അർജന്റീന ജയിച്ചിട്ടുള്ള ബഹളമാണ്. പിന്നെയാണ് മനസ്സിലായത് അത് തോറ്റതിൻ്റെ ബഹളമായിരുന്നു. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോ പറയാവേ.